الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ويسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യനെന്നത് ശരീരവും ആത്മാവും കൂടിച്ചേർന്ന ഒരു ജീവിയാണ്. ശരീരവും ആത്മാവുമാണ് മനുഷ്യനെന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ശരീരത്തേക്കാൾ പ്രാധാന്യം ആത്മാവിനാണ്. എന്താണ് അതിനുള്ള കാരണം? ശരീരം എത്ര ബലമുള്ളതാണെങ്കിലും, എത്ര ശക്തിയാർജിച്ച ശരീരപ്രകൃതമുള്ള ആളുകളാണെങ്കിലും അവനിൽ ആത്മാവില്ലെങ്കിൽ, റൂഹില്ലെങ്കിൽ ആ ശരീരം ഒന്നും ചെയ്യാൻ അവന് സാധിക്കില്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തെ നിലനിർത്തുന്നത് അള്ളാഹു സംവിധാനിച്ച ആത്മാവ് അതിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോഴാണ്. ഒരാൾ എത്ര ബലമുള്ള ആളാണെങ്കിലും അയാളുടെ ശരീരം നിലനിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹു സമ്മാനിച്ച ആത്മാവ്, റൂഹ് അതുണ്ട് എങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് നടന്നു നീങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സഹോദരങ്ങളെ, ഒരാൾ നിൽക്കുന്ന സമയത്താണ്
അള്ളാഹു ഒരാളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നതെങ്കിൽ അവൻ തളർന്നു വീഴും. ഒരാൾ നടന്നു നീങ്ങുമ്പോഴാണ് അള്ളാഹു ഒരാളുടെ റൂഹിനെ ഊരിയെടുക്കുന്നതെങ്കിൽ പിന്നീട് അവന് നിവർന്നു നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ല. എത്ര വലിയ ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിലും, എത്ര വലിയ ശരീരപുഷ്ടിയുള്ള മനുഷ്യനാണെങ്കിലും, ആ ശരീരമാകുന്നത് അള്ളാഹു സമ്മാനിച്ച ആത്മാവ് ആ ശരീരത്തിലുള്ളതുകൊണ്ടാണ്. എത്രയോ മരണങ്ങളാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. നടന്നും ഓടിയും ചാടിയും നടക്കുന്ന മനുഷ്യരാണ് വളരെ പെട്ടെന്ന് അവർ തളർന്നു വീഴുന്നതും. 22 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ജോലി കിട്ടിയ ആദ്യത്തെ ശമ്പളം തൻ്റെ വാപ്പയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ സക്കാത്തിൻ്റെ വിഹിതം എത്രയാണ്, എനിക്ക് കൊടുക്കണം. അതോടൊപ്പം ഞാൻ എടുക്കുന്നൊരു തീരുമാനമുണ്ട്. എനിക്ക് കിട്ടിയ ആദ്യ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം നാട്ടിലെ ഏറ്റവും നിർധന കുടുംബത്തിലെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നീക്കിവെക്കുകയാണ്. എന്നാൽ പറഞ്ഞവസാനിപ്പിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് നല്ല ആരോഗ്യമുള്ള 22കാരൻ പെട്ടെന്ന് തളർന്നു വീഴുന്നത്. അവനെടുത്ത ഒരു തീരുമാനമുണ്ട്. അവൻ്റെ സമ്പത്ത് ഇനി ഇവിടെയില്ല. അവൻ അധ്വാനിക്കാൻ അവന് ശേഷിയില്ല. അള്ളാഹു അവൻ്റെ ശരീരത്തിലേക്ക് ഇട്ടുകൊടുത്ത റൂഹിനെ, ആത്മാവിനെ അള്ളാഹു തിരിച്ചെടുത്തു. ആ ചെറുപ്പക്കാരൻ ഇന്ന് ഖബറിലാണ്. ആ ഖബറിൽ കഴിയുമ്പോഴും അവനെടുത്ത തീരുമാനമുണ്ട്. എൻ്റെ ശമ്പളത്തിൻ്റെ ഓഹരി ഒരു പാവപ്പെട്ട കുട്ടിയെ പഠിപ്പിക്കാൻ അതെൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ എല്ലാ മാസവും നൽകും എന്നൊരു തീരുമാനം. അത്തരത്തിൽ ഒരു വലിയ തീരുമാനമെടുത്തതിൻ്റെ മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് റബ്ബിലേക്ക് യാത്രയായത്. അതൊക്കെ ഏറ്റവും നല്ല തീരുമാനങ്ങളാണ്. അത്രയേ ഉള്ളൂ മനുഷ്യരൊക്കെ. അള്ളാഹു സന്നിവേശിപ്പിച്ച ആത്മാവിനെ അള്ളാഹു ഒന്ന് പുറത്തേക്കെടുത്താൽ എത്ര വലിയ മനുഷ്യരാണെങ്കിലും പിന്നീട് നിർജീവമായി മയ്യത്തിൻ്റെ ഗണത്തിലേക്ക് ഞാനും നിങ്ങളും അവരെ എണ്ണപ്പെടും. അങ്ങനെ പൊതുവിൽ മനുഷ്യരെ പരിശോധിച്ചാൽ ശരീരത്തിന് നല്ല കരുത്തും ആരോഗ്യവും ഉണ്ടാക്കാൻ മത്സരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ, നല്ല പസിൽ പവർ ഉണ്ടാക്കാൻ അവർ എങ്ങനെയൊക്കെ അധ്വാനിക്കാൻ കഴിയുമോ അതൊക്കെ അവർ അധ്വാനിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹു സമ്മാനിച്ച 4-ാം മാസം ഉമ്മയുടെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ഒരു ദിവസത്തിൽ അള്ളാഹു മലക്കുകളെ വിട്ട് റൂഹ് ഊതിയിട്ടുണ്ട്. ആ റൂഹിനെ അവൻ തിരിച്ചെടുത്താൽ അതോടുകൂടി ജീവിതം അവസാനിക്കും എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മെ നാമാക്കുന്നത് നമ്മുടെ ശരീരമല്ല, മറിച്ച് അള്ളാഹു സമ്മാനിച്ച റൂഹാണ്, ആത്മാവുള്ളത് കൊണ്ടാണ്. ഞാൻ ഈ മിമ്പറിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ശരീരത്തിലേക്ക് അള്ളാഹു ആത്മാവ് തന്നതുകൊണ്ടാണ്, റൂഹ് സന്നിവേശിപ്പിച്ചതുകൊണ്ടാണ്. എനിക്ക് നിങ്ങളോട് വായ തുറന്ന് അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസും നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സമ്മാനിച്ചത്. ഇത് കേൾക്കാൻ കഴിയുന്നത് ഈ പള്ളിയിലിരിക്കുന്ന ഓരോ മനുഷ്യരിലും ശരീരത്തോടൊപ്പം അള്ളാഹു സമ്മാനിച്ച ഒരു റൂഹുണ്ട് കൂട്ടരെ. ആ റൂഹുള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ശ്രദ്ധയോടുകൂടി ഈ ഖുതുബ ശ്രവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലും. എന്നാൽ ഒരു മയ്യത്തായ മനുഷ്യനെ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ശരീരമുണ്ട്, കണ്ണുകളുണ്ട്, കാതുകളുണ്ട്, കൈകാലുകളുണ്ട്, ശരീരം ഏറ്റവും സുന്ദരമായ അവസ്ഥയിലാണ്. എന്നാൽ ചലനമറ്റ ഒരു അവസ്ഥയിലാണ്. വിളിച്ചാൽ വിളി കേൾക്കില്ല, ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടു? അള്ളാഹു സമ്മാനിച്ച റൂഹിനെ അള്ളാഹു പിൻവലിച്ചത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് റൂഹ്, ആത്മാവ് അതിപ്രധാനമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം അത് പരിപൂർണമാകുന്നത് അള്ളാഹു സമ്മാനിച്ച ആത്മാവിനെ റബ്ബ് സന്നിവേശിപ്പിച്ചപ്പോഴാണ്. ആ ആത്മാവിനെ തുലച്ചു കളയുന്ന മനുഷ്യരായി ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ
ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഈ റൂഹിനെ സമ്മാനിച്ച അള്ളാഹുവിനെ അറിയുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. എന്നാൽ ഖുർആൻ റൂഹിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഖുർആനും ഹദീസും വളരെ കൃത്യമായി എന്താണ് റൂഹ് എന്നതിനെക്കുറിച്ച് അവിടുന്ന് പറയുന്നത് കാണാൻ കഴിയും. എന്തിനാണ് ഈ അറിവ്? ആത്മാവിന് ശക്തി കൂടാനാണ്. മറിച്ച് ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ മത്സരിക്കുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു സന്നിവേശിപ്പിച്ച ആത്മാവിനെക്കുറിച്ച് മറന്നുപോകുന്ന മനുഷ്യരായിട്ടാണ് ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സ്വഹാബികൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിരന്തരം ഓരോ വിഷയത്തെക്കുറിച്ചും ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹിയുടെ അനുചരന്മാർ അങ്ങനെയാണ്. എന്തുകൊണ്ട്? ഇസ്ലാമിൻ്റെ ഓരോ വിഷയങ്ങളും, നന്മയാകട്ടെ തിന്മയാകട്ടെ, അതൊക്കെ ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു പഠിക്കുന്നൊരു സ്വഹാബത്തിൻ്റെ ചരിത്രം അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ആ ഖുർആൻ പറയുന്ന ഓരോ വിഷയങ്ങളും നോക്കൂ. സ്വഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യസ്അലൂനക അനില്ലഹില്ല. അവർ ചോദിക്കുകയാണ്. എന്താണ്? ചന്ദ്രക്കലയെക്കുറിച്ചാണ് അവർക്ക് ചോദിക്കാനുള്ളത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആദ്യത്തെ ചോദ്യം ചോദിച്ചു, യസ്അലൂനക അനില്ലഹില്ല. ചന്ദ്രക്കലയെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ റസൂലേ അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. അത് മനുഷ്യർക്ക് ഉപകാരപ്രദമാണ്. എന്തിന്? ഹജ്ജിൻ്റെ സമയം നിർണ്ണയിക്കാനാണ്. അതുപോലെ തന്നെ കാലനിർണയത്തിനുള്ള ഉപാധിയായിട്ടാണ് അള്ളാഹു ചന്ദ്രക്കലയെ സമ്മാനിച്ചത് എന്ന് പ്രവാചകരെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വീണ്ടും അവർ ചോദ്യം ഉന്നയിച്ചു, യസ്അലൂനക അനിശ്ശഹ്രിൽ ഹറാം. പവിത്രമാസത്തെക്കുറിച്ചാണ് റസൂലെ താങ്കളോട് അവർ ചോദിക്കുന്നത്. ഖിതാലിൻ ഫീഹി. ആ മാസത്തിൽ, പവിത്രമാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രവാചകരെ അവർ താങ്കളോട് ചോദിക്കുകയാണ്. അപ്പോൾ പറയണം, ഖുൽ ഖിതാലും ഫീഹി കബീർ. ആ മാസത്തിൽ, പവിത്രമാസത്തിൽ യുദ്ധത്തിലേർപ്പെടുക എന്നത് ഒരു വലിയ അപരാധമാണ് റസൂലേ എന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വീണ്ടും പ്രവാചകനോട് ചോദിച്ചു, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും പ്രവാചകരെ അവർ താങ്കളോട് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കണം, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. അതിൽ രണ്ടിലും വലിയ തകരാറുണ്ട്, പ്രശ്നമാണ് എന്നത്, ഗുരുതരമായ പാപമാണ് എന്നത് പഠിപ്പിച്ചു കൊടുക്കാൻ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുകയാണ്. വീണ്ടും അവർ ചോദ്യം ചോദിച്ചു, യസ്അലുകന്നാസു അനിസ്സാ. അന്ത്യദിനത്തെക്കുറിച്ചാണ് പിന്നീട് അവർക്ക് ചോദിക്കാനുള്ളത്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറഞ്ഞു, ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്. അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ്, എനിക്കൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു എന്നാണോ തീരുമാനിക്കുന്നത് അന്നാണ് അന്ത്യസമയം. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഇതാ അന്ത്യസമയം നിങ്ങൾക്ക് ആസന്നമായിട്ടുണ്ട്. മനുഷ്യരെ, നിങ്ങളൊക്കെ അശ്രദ്ധരായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. വമാ യുദ്രീക ലഅല്ല സാഅത തകൂനു ഖരീബാ. ആ അന്ത്യസമയം ഇതാ അടുത്തു തന്നെയുണ്ട് എന്ന് ഖുർആൻ അവിടുന്ന് പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. ആ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഓതിക്കേൽപ്പിച്ചു. വീണ്ടും അവർ ചോദ്യം ചോദിച്ചത്, വയസ്അലൂനക അനിൽ ജിബാൽ. ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെ കണ്ടിട്ട് അവർ ചോദിച്ച്, എന്തിനാണിത്, എന്തിനാണ് ഈ സംവിധാനങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഖുർആൻ പറയാണ്, ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ. അന്ന് പൊടി പൊടിയായി ഈ ഉയർന്നു നിൽക്കുന്ന, ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങളെ അള്ളാഹു തകർത്തു തരിപ്പണമാക്കി കളയും. ഫയദറുഹാ ഖാഅൻ സഫ്സഫാ. സമനിരപ്പായ ഒരു മൈതാനി പോലെ ഈ പർവ്വതങ്ങളെ നാം ആക്കിക്കളയും എന്ന് പ്രവാചകരെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വീണ്ടും അവർ ചോദ്യം ചോദിച്ചു, വയസ്അലൂനക അനിൽ യതാമ. യതീമുകളെക്കുറിച്ചാണ്, അനാഥ കുട്ടികളുടെ വിഷയം. ധാരാളം യതീം കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് സംശയമായി, എങ്ങനെയാണ് അവർ പരിഗണിക്കേണ്ടുന്നത്, എന്താണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്നത്. അതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ ഖുർആൻ്റെ ആയത്ത് അവതരിച്ചു, ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈർ. അവർക്ക് നന്മ വരുത്തുന്നതെല്ലാം നിങ്ങൾക്ക് ഖൈറാണ്. അതുകൊണ്ട് അനാഥ കുട്ടികളെ നിങ്ങൾ ചേർത്തിപ്പിടിക്കണം,
എന്ന വലിയ പാഠമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ കൊടുത്തത്. വീണ്ടും അവർ ചോദിച്ചു, യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവത്തെ സംബന്ധിച്ചാണ് അവർക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹിയ അദാ, അതവർക്കൊരു പ്രയാസത്തിൻ്റെ സമയമാണ്, ഹോർമോണുകൾ ചേഞ്ച് ആകുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അവസാനിപ്പിക്കുമ്പോൾ ഖുർആൻ വീണ്ടും പറഞ്ഞു അവരുടെ ചോദ്യമായി, വയസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. റൂഹിനെ കുറിച്ചാണ് പ്രവാചകരെ താങ്കളോട് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു കൊടുക്കണം, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹിനെ സംബന്ധിച്ചുള്ള അറിവ് അത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് അവിടുന്ന് റസൂലെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ റൂഹിനെ കുറിച്ച് വ്യത്യസ്ത ചോദ്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചത്. അറിയാനും പഠിക്കാനും മുൻപന്തിയിലെത്താനും സ്വഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യത്യസ്ത ചോദ്യങ്ങൾ ചോദിച്ചതിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. സഹോദരങ്ങളെ, നമ്മളുടെ കണ്ണുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ നോക്കിക്കാണുന്നവരാണ്. ഇന്നേ വരെ ഒരു ചോദ്യം ചോദിക്കാൻ, ചോദ്യം ചോദിച്ച് റബ്ബിനെ തിരിച്ചറിയാൻ, വീണ്ടും വിനയാനിതനായി മനസ്സറിഞ്ഞ് കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നത് നന്നായി ആലോചിക്കണം. അവിടെയാണ് റൂഹിനെ കുറിച്ചുള്ള ചോദ്യം. എന്താണ് റസൂലേ ആത്മാവ് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. ആ സന്ദർഭത്തിൽ ഖുർആൻ പറഞ്ഞു, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹിനെ കുറിച്ചുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ അടുക്കലാണ്. എന്നാൽ റൂഹിനെ കുറിച്ചുള്ള അറിവ് സഹോദരങ്ങളെ ഖുർആൻ വ്യത്യസ്ത പ്രയോഗങ്ങളിൽ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഖുർആനിൽ 21 സ്ഥലങ്ങളിലാണ് റൂഹ് എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. വ്യത്യസ്ത അർത്ഥങ്ങളാണ്. 5 അർത്ഥങ്ങളിലാണ്, 5 സ്ഥലങ്ങളിലാണ് റൂഹ് ആത്മാവ് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റു സ്ഥലങ്ങൾ വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് പ്രയോഗിച്ചത്. ഒന്നാമത്തത് മനസ്സിലാക്കുമ്പോൾ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അവനിൽ നിന്നുള്ള ഒരു വലിയ ശക്തി റൂഹ് കൊണ്ട് നാം അവനെ ശക്തിപ്പെടുത്തു എന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് പരിശോധിച്ചാൽ കാണാം. സൂറത്ത് മുജാദലയിലെ 22-ാമത്തെ ആയത്തിൽ എന്താണ് അതിൻ്റെ വിവരണം? അൽ ഖുവ്വതു വസ്സബാതു വന്നസ്ർ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഖുവ്വത്താണ്, ശക്തി കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വസ്സബാത്, ദൃഢത നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വന്നസ്ർ, റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള സഹായവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് റൂഹ് എന്ന പദമാണ്. രണ്ടാമത് പരിശോധിക്കുമ്പോൾ അൽ ഖുവ്വത്തു വസ്സബാത് യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫ, നാളെ പരലോകത്ത് വെച്ച് മലക്കുകളും ഒരു അന്ത്യദിനത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുമ്പോൾ മലക്കുകളും റൂഹും ഇറങ്ങി വരും എന്ന് ഖുർആൻ പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞു ബിമഅനാ മലക്കുൽ അലീം, ഉന്നതനായ ഒരു മലക്കിനെ കുറിച്ചാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത്. വീണ്ടും പറഞ്ഞു നസല ബിഹി റൂഹുൽ അമീൻ, റൂഹുൽ അമീനെ കുറിച്ചും ഖുർആൻ സംസാരിച്ചു. ബിമഅനാ ജിബ്രീൽ, ജിബ്രീലിനെ കുറിച്ചാണ് ഖുർആൻ ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. വീണ്ടും ഖുർആൻ പരിശോധിച്ചാൽ കാണാം വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ, നമ്മുടെ അടുക്കൽ നിന്നുള്ള റൂഹിനെ കൊണ്ട് നാം ഇതാ നിങ്ങൾക്ക് ശക്തി നൽകി, ഇതാ അവതരിപ്പിച്ചു എന്ന് ഖുർആൻ പറഞ്ഞത് ബിമഅന അൽ വഹയിൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ഖുർആൻ മനുഷ്യരുടെ കയ്യിലേക്ക് അള്ളാഹു ഇട്ടുതന്ന ഒരു പാശമാണ്, ഒരു കയറാണ്. ആ കയറിനെ മുറുകെ പിടിക്കണം എന്നതും പ്രയോഗിച്ചത് റൂഹ് എന്ന പദമാണ്. വീണ്ടും ഖുർആൻ പറഞ്ഞു അൽഖാഹാ ഇലാ മറിയം റൂഹും മിൻ, ഇവിടെ ഖുർആൻ പ്രയോഗിച്ചത് സൂറത്തു നിസായിലെ 121-ാമത്തെ ആയത്തിൽ പറഞ്ഞു ബിമഅന ഈസ അലൈഹിസ്സലാം റൂഹും മിൻ എന്ന് പ്രയോഗിച്ചതും ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. എന്നാൽ 5 സ്ഥലങ്ങളിലാണ് ആത്മാവ് എന്ന് പ്രയോഗിച്ചത്. നോക്കൂ, മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ നമ്മളൊന്നുമല്ലായിരുന്നു. ഖുർആൻ സൂറത്ത് ഇൻസാൻ 1-ാമത്തെ ആയത്തിൽ പറഞ്ഞു ഹല്ലതാ അലൽ ഇൻസാൻ ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ, നിങ്ങൾ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കായിരുന്നു. പേരെടുത്തു പറയാൻ മാത്രം ഒന്നുമല്ലായിരുന്നു. നമ്മളില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു നമ്മളുടെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് റൂഹിനെ ഊതിയ ഒരു സമയമുണ്ടായിരുന്നു.
എന്നാണ്, ആ ഡേറ്റ് എന്നാണ് എന്നത് നമുക്കറിയില്ല സഹോദരങ്ങളെ. ഏതു ദിവസത്തിലാണ് അള്ളാഹു നമുക്ക് ജീവൻ തന്നത്? ഉമ്മയുടെ ഗർഭാശയത്തിൽ ബീജമായി, അണ്ടമായി, എല്ലു കഷ്ണമായി, അതിലേക്ക് മാംസം കൊണ്ട് പൊതിഞ്ഞ് ഒരു സംവിധാനം 3 ഇരുട്ടറകൾക്ക് ഉള്ളിൽ അള്ളാഹു സമ്മാനിച്ചപ്പോൾ അന്ന് ജീവനില്ലാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഒരു മലക്കിനെ വിട്ട് 4-ാം മാസം അള്ളാഹു റൂഹിനെ, ആത്മാവിനെ ഊതിയ ഒരു സമയമുണ്ട് സഹോദരങ്ങളെ. ഏതു സമയത്താണ്? ഉമ്മയുടെ ഗർഭാശയത്തിൽ കഴിഞ്ഞ ആ രാത്രികളിൽ ഉമ്മ നടന്ന സമയത്താണോ? ഉമ്മ ചീരുന്ന സമയത്താണോ? ഉമ്മ ജോലിയെടുത്ത സമയത്താണോ? ഉമ്മ നിസ്കരിച്ച സമയത്താണോ? നമ്മളുടെ ആത്മാവിനെ അള്ളാഹു ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് സന്നിവേശിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് അറിയാത്തത് എത്ര സത്യമാണോ അതുപോലൊരു മരണമുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഞാനും നിങ്ങളും അറിയേണ്ടുന്നത്. റൂഹിനെ ഊതിയ ദിവസം എന്നാണ് എന്നത് ഖുർആനോ ഹദീസോ ഒരു മനുഷ്യനെയും അറിയിച്ചിട്ടില്ല, ഒരു സെക്കൻഡിനെ പോലും അവിടുന്ന് അറിയിച്ചിട്ടില്ല. എന്നാൽ ആ ആത്മാവിനെ ഊതിയതുപോലെ അള്ളാഹു തിരിച്ചെടുക്കും. മലക്കുൽ മൗത്തില്ലദി വുക്കില ബിക്കും, നിങ്ങളുടെ കാര്യങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മരണത്തിൻ്റെ മലക്ക് നിങ്ങളുടെ ആത്മാവിനെ പിഴുതെടുക്കും എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു. ഏത് സമയമാണ്, എവിടെ വെച്ചാണ്, ഏതു നേരത്താണ്, രാവിലാണോ പകലിലാണോ, അതൊന്നും അറിയുക സാധ്യമല്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ആത്മാവിനെ ഊരിയെടുക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ നന്നായി ഉറ്റാലോചിക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ഖുർആൻ പറഞ്ഞു, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയാണെങ്കിലും, ഖുർആൻ്റെ പ്രയോഗം നോക്കൂ, നമ്മളിന്ന് ഏറ്റവും നല്ല വീടുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ എക്കാലഘട്ടത്തിലും ജീവിക്കുമെന്ന് ആഗ്രഹിച്ചു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. സഹോദര സഹോദരി, ഏതു സമയവും നിങ്ങളുടെ കോട്ടകൊത്തളങ്ങൾക്കുള്ളിൽ ഭദ്രമായി അടച്ചുറപ്പുള്ള റൂമിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടും, നിങ്ങൾ കണ്ടറിയും എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. ഖുർആൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഓടി അകലുന്ന ഒരു മരണത്തെ നിങ്ങൾ അറിയണം. ആ മരണത്തെ എത്ര ഓടിയാലും നിങ്ങൾ ആ മരണത്തെ കണ്ടുമുട്ടും എന്നതാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ടോ സുമ്മ തുർജഊന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതെന്താണോ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളും തിന്മകളും മുഴുവൻ അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ലോകത്തേക്കാണ് തിരിച്ചു പോകാനുള്ളത് എന്നത് ഖുർആൻ പറഞ്ഞു. വീണ്ടും പറഞ്ഞു മരണത്തെക്കുറിച്ച്, കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തെ രുചിക്കും, മരണത്തിനൊരു ടേസ്റ്റ് ഉണ്ട് എന്നതാണ്. ജീവിതം അടിച്ചു പൊളിച്ച് ഏറ്റവും നന്നായി ജീവിക്കുമ്പോൾ ആ റൂഹ് തന്ന ദിവസത്തെ അറിയാത്തതുപോലെ റൂഹിനെ തിരിച്ചെടുക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് മരണത്തിൻ്റെ വേദന അറിയുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് വെച്ചാണ് മനുഷ്യൻ ചെയ്ത ഒരു നിസ്സാരപ്പെട്ടത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണാതെ പോയി. നമുക്ക് നിസ്സാരമായി പലതും തോന്നിയിട്ടുണ്ട്. തൻ്റെ സഹോദരനെ സഹായിക്കുന്നത് ഒരു വലിയ ഇബാദത്താണ്, ഒരു വലിയ നന്മയാണ്. എന്നാൽ ആ നന്മകളെ മറന്നുപോയി അങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യന്മാരുണ്ട്. നന്മകൾ എമ്പാടും ചെയ്തതൊക്കെ പ്രതിഫലം കിട്ടുന്നൊരു ലോകത്തേക്കാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത് എന്നത് ഖുർആൻ പറഞ്ഞു. വീണ്ടും ഖുർആൻ പറയാണ്, വജാഅത് സകറത്തുൽ മൗതു ബിൽ ഹഖ്, മരണം അതിൻ്റെ യാഥാർത്ഥ്യവുമായി കടന്നു വരുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇതൊക്കെ മരണത്തെക്കുറിച്ച് നിരന്തരം മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വചനത്തിൽ സൂചിപ്പിച്ചു, ഇന്നൽ മൗത ഫസഉൻ, മരിക്കുക എന്നത് ഭീതിജനകമായ ഒരവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു രംഗമുണ്ട്. അവിടുന്ന് മഹദി, നമ്മളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുന്ന അവസാനത്തെ നിമിഷം റസൂലുള്ളാഹിയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. കാന ബൈന യദൈഹി റക്വ, പ്രവാചകൻ്റെ അടുക്കൽ മരണവെപ്രാളമുണ്ട്. ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളമുണ്ട്. ഫജഅല യുദ്ഖിലു യദൈഹി, പ്രവാചകൻ്റെ 2 കൈകളും ആ വെള്ളത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഫയംസഹു ബിഹിമാ വജ്ഹഹു, പ്രവാചകൻ തൻ്റെ നെറ്റിത്തടം ആ വെള്ളം
കൊണ്ട് അവിടുന്ന് തടകി. വയഖൂൽ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അവിടുന്ന് ഉച്ചരിച്ചു. എന്നിട്ട് പറയാണ് ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ഉന്നതനായ എൻ്റെ കൂട്ടുകാരോടൊപ്പം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തി മരണത്തിൻ്റെ വേളയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നോക്കൂ, അല്ലാഹുമ്മ അഇന്നി അലാ ഗമറാത്തിൽ മൗത്ത് വസകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, മരണത്തിൻ്റെ ഭീതിയിൽ നിന്ന്, മരണത്തിൻ്റെ വെപ്രാളത്തിൽ നിന്ന്, മരണവേദനയിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണം. വേദനയില്ലാത്തൊരു മരണം അല്ലാഹുവേ നീ എനിക്ക് സമ്മാനിക്കണം. പ്രാർത്ഥിച്ചതാരാണ്? മരണത്തിന് വേദനയുണ്ട് എന്ന് പഠിപ്പിച്ചതാരാണ്? ലോകത്തിൻ്റെ പ്രവാചകൻ. ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരിൽ, പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് ആദ്യത്തെ കാലുവെക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന നേരത്ത് അവിടുന്ന് പറഞ്ഞു ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. പലപ്പോഴും മരണത്തെ ഓർക്കാതെയാണ് ഞാനും നിങ്ങളും നടന്നു നീങ്ങുന്നത്. ഓരോ കാൽവെപ്പുകൾ നടക്കുമ്പോൾ നമ്മൾ അറിയേണ്ടുന്നത് ഇട്ടിരിക്കുന്ന ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്ത് നിൽക്കുന്ന മരണത്തെക്കുറിച്ചാണ്. അങ്ങനെ മരണത്തെക്കുറിച്ച് ഓർക്കുന്ന, അങ്ങനെ ജീവിതം നയിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ തിന്മകളെ അവസാനിപ്പിച്ച് ഏറ്റവും നല്ല മനുഷ്യന്മാരായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലാൻ നമുക്ക് സാധിക്കും. ഏതു നിമിഷവും അക്സിറൂ സിക്റ ഹാദി മുല്ലദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ സദാസമയം നിങ്ങൾ ഓർക്കണേ എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ. റസൂലുള്ള പറഞ്ഞ ബുദ്ധിമാനെ എണ്ണിയത് മരണത്തെ ഓർക്കുന്നവനെ കുറിച്ചാണ്. അങ്ങനെ ഒരു ഒരുക്കം നടത്തി റബ്ബിൻ്റെ അടുക്കലേക്ക് നിറഞ്ഞ പാതേയമൊരുക്കി യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കണം. എന്താണ് കയ്യിലുള്ള വിഭവങ്ങൾ എന്നത് നന്നായി ആലോചിക്കണം. ദുനിയാവിൽ കുറേ വാരിക്കൂട്ടിയതാണോ? നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. സ്വന്തമായി അവനവൻ്റെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ എന്ത് വിഭവമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നിസ്കരിച്ചിട്ടുണ്ടോ കൂട്ടരെ? നോമ്പെടുത്തിട്ടുണ്ടോ? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണോ ഞാനും നിങ്ങളും നയിക്കുന്നത്? അങ്ങനെയൊക്കെ പെർഫെക്റ്റായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചാൽ ചെന്നു ചേരേണ്ട ലോകം സ്വർഗത്തിൻ്റെ ലോകമാണ്. അതാണ് ആഗ്രഹിക്കേണ്ടുന്നത്, അതാണ് പ്രതീക്ഷ നൽകുന്നത്. ആ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണത്തെക്കുറിച്ചാണ്. ധാരാളമായി മരണത്തെ ഓർക്കണമെന്ന വലിയ പാഠമാണ് നിങ്ങളുടെ മനസ്സിലേക്കിട്ടത്. രണ്ടു തരത്തിലാണ് മരണം സംഭവിക്കുക. സൂറത്തു നാസിആത്തിൻ്റെ ഒന്നാമത്തെ ആയത്തുകൾ, 1, 2, 3 ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ രണ്ടു തരം മരണത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ സംസാരിക്കുന്നത്. തുടക്കം പറഞ്ഞു വന്നാസിആതി ഖർഖ, വന്നാസിആതി ഖർഖ. എത്ര തവണയാണ് ഖുർആൻ ഈ ആയത്തുകൾ നമ്മൾ ഓതിയിട്ടുള്ളത്? അവിശ്വാസികളായ ആളുകൾ, അവരുടെ അടുക്കിലേക്ക് ഊക്കോടെ ഉശിരോടെ മലക്കുകൾ പ്രവേശിക്കും. അവരുടെ ആത്മാവിനെ വലിച്ചൂരും. എത്രത്തോളം? ഒരു സമുദ്രത്തിൻ്റെ അടിത്തട്ടിനെ ഇളക്കി മറിക്കുന്നത് എത്രയാണോ അതിനെ പരതി നടക്കുന്നത്, അതുപോലെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഇളക്കി മറിച്ച് ആത്മാവിനെ വലിച്ചൂരും എന്നത് ഖുർആൻ പറഞ്ഞു. അതാണ് വന്നാസിആതി ഖർഖ. അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് റബ്ബിനെ മറന്നു ജീവിച്ച മനുഷ്യരാണെങ്കിൽ വന്നാസിആതി ഖർഖ, ഒരു വല്ലാത്ത പിടുത്താണ്. തുടർന്ന് ഖുർആൻ പറഞ്ഞു വന്നാശിതാതി നഷ്ത, സൗമ്യതയോടെ ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞ് സലാം പറഞ്ഞ് ഒരു കൂജയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെ
ആത്മാവിനെ പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചാണ് തുടർന്ന് ഖുർആൻ പറഞ്ഞത്. 2 തരം മരണങ്ങളാണ്. ആ നിലക്ക് സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിൻ ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിനദ് ദുനിയ, ഒരു മനുഷ്യൻ്റെ അവസാന സമയം മുഅ്മിനാണ്, അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്ന ആ സമയം, വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആഖിറത്തിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങാൻ. നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ ബീദുൻ വുജൂഹുൻ, വെളുത്ത സുന്ദരന്മാരായ മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരും. കഅന്ന വുജൂഹഹുമുശ് ശംസ്, അവരുടെ പ്രത്യേകത റസൂൽ എടുത്തു പറഞ്ഞു, മുഖം വെളുത്തവരാണ്, സുന്ദരന്മാരാണ്. ഏതുപോലെ സൂര്യൻ തിളങ്ങുന്നത് എത്ര പവറോടാണ്, അത്ര പവറുള്ള ഏറ്റവും സുന്ദരമായി സൂര്യതിളക്കം പോലെ ഉള്ള മലക്കുകളാണ് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത്. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, ഒരാൾ മരിച്ചാൽ 3 കഷ്ണം തുണി കൊണ്ട് നമ്മൾ പൊതിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ആത്മാവിനെ കൊണ്ടുപോകാൻ സത്യവിശ്വാസിയാണോ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവനാണോ, എന്നാൽ മലക്കുകൾ സ്വർഗത്തിലെ കഫം പുടവയുമായി അവിടേക്ക് വരും. വഹനൂതും മിൻ ഹനൂതിൽ ജന്ന, സ്വർഗത്തിൻ്റെ പരിമളമാണ്. സുബ്ഹാനല്ലാഹ്, സത്യവിശ്വാസികളെ സ്വീകരിക്കാൻ ആകാശത്ത് നിന്ന് മലക്കുകൾ സ്വർഗത്തിലെ കഫം പുടവയുമായി വരും. 2 തരമാണ്, മനുഷ്യൻ ആത്മാവും ശരീരവുമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരം മാത്രമാണ് ബാക്കിയാവുക. ആത്മാവിനെ കൊണ്ടുപോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആത്മാവിനെ കൊണ്ടുപോകും. ഖുർആൻ പഠിപ്പിച്ച അറിവാണ്. ആത്മാവിനെ കൊണ്ടുപോകുന്നത് സത്യവിശ്വാസികളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും സുഗന്ധം വമിക്കുന്ന ആ കഫം പുടവയിൽ പൊതിഞ്ഞു കൊണ്ടുപോകാൻ മലക്കുകൾ ഇതാ എത്തിപ്പെടുകയാണ്. ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, മരണത്തിൻ്റെ സമയം ആ മരിക്കാൻ പോകുന്ന മനുഷ്യൻ്റെ ചുറ്റാകെ വന്ന് ഈ മലക്കുകൾ ഇരിക്കും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, എന്നിട്ട് മലക്കുൽ മൗത്ത് വരും. നമ്മളൊക്കെ പലപ്പോഴും പഠിച്ചു വച്ചത് അസ്റായീൽ വരും എന്നതാണ്. അസ്റായീൽ എന്നത് ഖുർആനോ ഹദീസോ പഠിപ്പിച്ചതല്ല. അങ്ങനെ ഒരു മലക്കിൻ്റെ പേര് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ എവിടെ പരിശോധിച്ചാലും ഹദീസ് പരിശോധിച്ചാലും മലക്കുൽ മൗത്ത് ഖുൽ തവഫാക്കും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും, നിങ്ങളുടെ കാര്യങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മരണത്തിൻ്റെ മലക്ക് എന്നതാണ് ഖുർആൻ പറഞ്ഞത്. മലക്കുൽ മൗത്ത് വരും. എന്നിട്ട് എന്താ സംഭവിക്കുക? അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, അഖ്രിജി മഗ്ഫിറതൻ മിനല്ലാഹി വറിദ്വാൻ, ഇതാ മഗ്ഫിറത്തിലേക്ക്, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് നിങ്ങൾ വന്നുകൊള്ളിൻ. ഇതൊരു സുഖകരമായ വർത്താനാണ്. ആ സമയത്ത് കണ്ണുകൊണ്ടും നേർക്കുനേരെ മലക്കുകളെ കാണുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇതുവരെയും മലക്കുകളെ കണ്ടിട്ടില്ല. ആ സമയത്തു കാണുന്നത് കാണാത്ത കാഴ്ചയാണ്. മലക്കുകളെ കണ്ണുകൊണ്ട് നേർക്കുനേരെ കാണുമ്പോൾ 2 രീതിയിലാണ് മലക്കുകൾ വരിക. 2 രീതിയിലാണ്. ഒന്ന് സ്വർഗത്തിൻ്റെ കഫം പുടവയുമാണെങ്കിൽ, മറ്റു കൂട്ടർ അവിശ്വാസികളുടെ അടുക്കലേക്ക് വരുന്നത് നരകത്തിൽ നിന്ന് ചീഞ്ഞു നാറുന്ന കഫം പുടവയുമായി ആ മരണപ്പെടുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് വരും. അപ്പോൾ നല്ല മനുഷ്യരാണോ? അവിടെ പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക് റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഏറ്റവും നല്ല വർത്താനാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതി കുന്തും തുഅദൂൻ. ഖുർആൻ പറഞ്ഞത് അങ്ങനെയൊക്കെയാണ്. ഏറ്റവും നല്ല വർത്തമാനം. സലാം പറയും, പേടിക്കേണ്ടതില്ല, സമാധാനമാണ്, ശാന്തിയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്കാണ് യാത്ര പോകാനുള്ളത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ സന്തോഷമാകും. ആ സന്തോഷം കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അത്തരത്തിലൊരു മരണം കൈവരിക്കാൻ. എന്നിട്ട് ആത്മാവിനെ പൊതിഞ്ഞ് മലക്കുൽ മൗത്ത് വന്ന്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്, അല്ലാഹുവിലേക്ക് വാ, റബ്ബിലേക്ക് വാ. സ്വർഗമുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗമുണ്ട്. ഈ കഫം പുടവയിൽ റൂഹിനെ പൊതിഞ്ഞ് ആകാശലോകത്തേക്ക് പോവുകയാണ്. 1-ാം ആകാശവും കടന്ന് അങ്ങനെ 7-ാം ആകാശത്തിലേക്ക് എത്തിപ്പെടും.
ഖുർആൻ പറഞ്ഞു ആ മനുഷ്യൻ്റെ ആത്മാവിനെ കൊണ്ടുവരുന്നത്, അത് ഖുർആൻ പറഞ്ഞത് വമാ അദ്റാക മാ ഇല്ലിയൂൻ, നിനക്ക് ഇല്ലിയൂൻ എന്താണെന്നറിയോ? കിതാബും മർഖൂം, അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു രേഖയാണ്. ആ രേഖയിൽ ഇല്ലിയീനിൽ ആ ആത്മാവിൻ്റെ പേര് രേഖപ്പെടുത്താണ്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ പഠിപ്പിച്ച അറിവാണ്. ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ കൊണ്ടുപോയി ഇല്ലിയീനിൽ അവിടുന്ന് രേഖപ്പെടുത്തും. അതിൻ്റെ സുഖാനുഗ്രഹങ്ങളെപ്പോലും ഖുർആൻ പറഞ്ഞു യശ്ഹദുൽ മുഖറബൂൻ ഇന്നൽ അബ്റാറ ലഫീ നഈം. അന്ന് സുഖാനുഭൂതിയിലായിരിക്കും, സ്വർഗത്തോപ്പിലായിരിക്കും. അവരുടെ ജീവിതം ഏറ്റവും ആസ്വാദ്യകരമായിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. അലൽ അറായികി യൻദുറൂൻ, അവർ ശോഭകളിൽ ചാരിയിരിക്കും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ അറിവാണ്. ഏറ്റവും നല്ല സുഹൃതവാന്മാരായി ജീവിച്ചവരാണോ തിരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വർഗമുണ്ട്. ഒരു കണ്ണും കാണാത്ത എല്ലാം ലഭിക്കുന്നൊരു സ്വർഗം, അതിലാസ്വദിക്കാൻ മനുഷ്യന് കഴിയും. തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തുൻ നഈം, എല്ലാ അനുഗ്രഹമുണ്ട്. അവരിങ്ങനെ നോക്കിക്കാണും, ആ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ഇങ്ങനെ ആസ്വദിക്കും. എന്നിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, വാശി കാണിക്കുന്നവർ, മത്സരിക്കുന്നവർ ഒരു മത്സരം നടത്തട്ടെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. മത്സരിക്കണം കൂട്ടരെ. ഖുർആൻ പറഞ്ഞത് ഇത്തരത്തിലൊരു സ്വർഗത്തെ അള്ളാഹുവിൻ്റെ ഖുർആൻ നേർക്കുനേരെ പഠിപ്പിച്ചു. നമ്മൾ ഈ ദുനിയാവിൽ ഓടി നടക്കുന്നത് ഏറ്റവും നല്ല ജീവിതം കിട്ടാനാണ്. അടിച്ചു പൊളിച്ച് ജീവിക്കണം, അർമാദിക്കണം, ഇതാണ് മനുഷ്യൻ്റെ താല്പര്യം. എന്നാൽ മരണത്തിനപ്പുറം യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, നിർജീവമായതിൽ നിന്ന് ജീവസുറ്റ അവസ്ഥയിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നൊരു ലോകമുണ്ട്. വകദാലിക തുഖ്റജൂൻ, നിങ്ങളെ മുഴുവൻ ആളുകളെയും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നൊരു ദിവസം വരാനുണ്ട്. അന്ന് വിചാരണ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആ സുഖാനുഭൂതിയെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ എമ്പാടും സംസാരിക്കുന്നത്. അതിനുവേണ്ടി മത്സരിക്കാൻ തയ്യാറുള്ളവരാരുണ്ട്, ആരുണ്ട് എന്നതാണ് ഖുർആൻ്റെ ചോദ്യം, റബ്ബിൻ്റെ ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം കിട്ടാൻ ദുനിയാവിൽ മത്സരിക്കുന്ന മനുഷ്യരെ ആരുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ അൽഹംദുലില്ലാ, ഏറ്റവും ഹൈറായി റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്യാൻ. തൊട്ടടുത്ത നിമിഷം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യേണ്ടി വന്നാൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എത്ര പാപങ്ങളാണ്, എത്ര തിന്മകളാണ്. ഇന്നേ വരെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച ദിനരാത്രങ്ങൾ ഓർത്തെടുക്കാൻ കഴിയില്ല, പ്രാർത്ഥിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കണ്ണുനീർ നിറഞ്ഞ രാത്രികൾ നമുക്ക് സമ്മാനിച്ചിട്ടില്ല, ദുനിയാവിൻ്റെ പിന്നാലെ ഓടിയതാണ്. അതുകൊണ്ട് ആത്മാവിനെ തന്ന റബ്ബ് ആത്മാവിനെ തിരിച്ചെടുക്കുന്ന ദിവസവും അതിൻ്റെ ഡേറ്റും സമയവും ഒന്നും അറിയില്ല, ഒരാളെ അറിയിച്ചിട്ടില്ല. തൊട്ടടുത്ത നിമിഷം മരണമുണ്ട് എന്ന തിരിച്ചറിവിൽ ഏറ്റവും നല്ല വിശ്വാസികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, മദ്രസ അധ്യാപകർക്കുള്ള ഒരു ക്ഷേമനിധി നമ്മളെല്ലാ വർഷവും ഒരു കളക്ഷൻ നടത്തുന്നതാണ്. ഈ ആഴ്ചയല്ല, വരുന്ന ആഴ്ച. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അത്തരത്തിലൊരു ഫണ്ട് കളക്ഷൻ നടത്തിയപ്പോൾ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ ശമ്പളമാണ്. അവരുടെ ശമ്പളം കൊണ്ട് അവരുടെ കുടുംബത്തെ പോറ്റാൻ പോലും തികയില്ല. പിന്നെ ഒരു വീടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് വെക്കുക, രോഗത്തിൻ്റെ ചികിത്സ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു വലിയ പ്രയാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ചെറുതോ വലുതോ ആയ ഒരു ചെറിയ പൈസ അതൊരു വലിയ നന്മയായി, പലരും കൂടുമ്പോൾ വലിയ ഒരു തുകയായി ഇത്തരം ആളുകളെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് വരുന്ന ആഴ്ച ഒന്ന് മനസ്സറിഞ്ഞ് ആ ഒരു നന്മയുടെ ഭാഗമാകാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ തവണ 14 അധ്യാപകർക്കാണ് വീട് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയും അതിൻ്റെ ഒരു 10-28ഓളം അപേക്ഷകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ, നന്മയുടെ ഭാഗമാകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തിന്മകളും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ.
മരണത്തിൻ്റെ സമയം കലിമത്ത് ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹുവെ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ആദർശ ബന്ധുക്കൾക്ക് അല്ലാഹുവെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. നിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരങ്ങളെയും കടം വീടുവാനുള്ള തൗഫീഖ് അല്ലാഹുവെ നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹുവെ ആജിലായ ശിഫ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين.